നമസ്കാരം. വോട്ടും കട്ടനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചായയൊക്കെ കുടിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് സാധാരണ മലയാളികളൊക്കെ ഇന്ന് സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം കണ്ണൂരിൽ നിന്നുള്ളതാണ്. ഇത്തവണ കെ സുധാകരൻ, ഇന്നലെ ജി സുധാകരനായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കെ സുധാകരനാണ്. അദ്ദേഹം വലിയ തോതിൽ പാർട്ടിക്കകത്ത് ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത്തവണ കണ്ണൂരിൽ മത്സരിക്കണമെന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. പക്ഷേ AICC പറയുന്നത് ഇത്തവണ MP മാർ മത്സരിക്കേണ്ടതാണ്. അതോടുകൂടി അദ്ദേഹം വലിയൊരു വൈകാരികമായൊരു കുറിപ്പ് ഇട്ടിട്ടുണ്ട്. കണ്ണൂർ എൻ്റെ രക്തം വീണ മണ്ണാണ്, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ സംരക്ഷിച്ചിട്ടുള്ളതാണ് എൻ്റെ പാർട്ടി പ്രവർത്തകർ എന്ന് അദ്ദേഹം അതിവൈകാരികമായി പറയുന്നു. രുജിൽ മാക്കുറ്റിയെ പോലുള്ള ആളുകൾ വന്ന് അദ്ദേഹത്തിന് വേണ്ടി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരെല്ലാം അവിടെ വന്ന് തമ്പടിക്കുന്നു. അങ്ങനെ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയുമായി ബന്ധപ്പെട്ട് കുറേ കൂടി വലിയ തരത്തിലൊരു പ്രതിസന്ധി കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി തിങ്കളാഴ്ചയല്ല, ഞായറാഴ്ച രാഹുൽ ഗാന്ധി കെ സുധാകരൻ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊപ്പം സുചന്ദ്രനും ശ്യാമിലി ശശിധരനുമാണ് ഉള്ളത്. സുചന്ദ്രനിലേക്ക് വരികയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂരിൻ്റെ അത്രയും പ്രധാനപ്പെട്ട സ്ഥലമാണ് എന്ന് അദ്ദേഹം പറയുന്നു. എൻ്റെ മേൽവിലാസമാണ്, തീർച്ചയായും മേൽവിലാസമാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് അത്രത്തോളം വൈകാരികമായി പറയാൻ ഉള്ള സ്പേസാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മണ്ണാണ് അദ്ദേഹത്തിന്. എന്തു തോന്നുന്നു, ഒരു MP അയാൾ ഇത്തവണ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ എന്താ തോന്നുന്നു? അല്ല, സുധാകരൻ KPCC പ്രസിഡന്റ് പദവി ഒഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാമെന്ന് KPCC നേതൃത്വം ഒരു ഉറപ്പ് കൊടുത്തതായിട്ടാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം. പിന്നീട് ഇപ്പോൾ മത്സരിപ്പിക്കാൻ MP മാരെ ആരെയും മത്സരിപ്പിക്കാൻ തയ്യാറല്ല, മത്സരിപ്പിക്കുന്നത് തെറ്റായ സന്ദേശം കൊടുക്കും, ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ സീറ്റെണ്ണം കുറയ്ക്കും, അത് നരേന്ദ്രമോദിക്കെതിരായിട്ടും ഫാസിസത്തിനെതിരായിട്ടുമുള്ള വിശാലമായ പോരാട്ടത്തിൻ്റെ പടപ്പുറപ്പാടിൻ്റെ സേനയുടെ അംഗബലം കുറയ്ക്കും എന്നൊക്കെയുള്ള പരാതികൾ ഉയരും എന്നുള്ളതുകൊണ്ടാണ് അത് മാറ്റിവെച്ചിട്ടുണ്ട്. സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ അടിസ്ഥാനപരമായൊരു കണ്ണൂർ രാഷ്ട്രീയക്കാരനാണ്. BJPക്കെതിരായ വിശാലമായ ഹിന്ദുത്വ പ്രൊജക്റ്റോ ഈ ഇന്ത്യൻ ഘടനയെ തന്നെ അടിസ്ഥാനപരമായും മൗലികമായും മാറ്റാൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ബൃഹത് പദ്ധതിയെക്കുറിച്ചോ ഒന്നും അദ്ദേഹത്തിന് ഉത്കണ്ഠയുള്ളതായിട്ട് നമുക്കറിയില്ല. അദ്ദേഹം ഒരു പാൻ കേരള രാഷ്ട്രീയക്കാരൻ പോലും അല്ല പലപ്പോഴും. അദ്ദേഹം ഒരു കണ്ണൂർ രാഷ്ട്രീയക്കാരനാണ്. ആ കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗോത്രീയ സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അവിടെ നിന്ന് പിണറായി വിജയനുമായിട്ടുള്ള ഒരു അയ്യപ്പനും കോശിയും കളിക്കാണ് പുള്ളിക്ക് അടിസ്ഥാനപരമായി താല്പര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാശി അംഗീകരിച്ച് അത് അംഗീകരിച്ച് കൊടുത്താൽ പോലും അദ്ദേഹത്തിന് പുറകെ ഒരു 4-5 പേര് റെഡിയായിട്ട് നിൽപ്പുണ്ടെന്നാണ് പറയുന്നത്. KC വേണുഗോപാൽ മുതൽ അടൂർ പ്രകാശ് വരെയുള്ള ഈ 5 പേരെയും കൂടെ 4-5 പേരെയും കൂടെ ഈ മത്സരത്തിലേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ, നരേന്ദ്രമോദിയെ ആരെതിർക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഗൗരവ് ഗൊഗോയ്ക്ക് നിങ്ങൾ കൊടുത്തിട്ടില്ലേ അസമിൽ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അത് വളരെ വിശാലമായിട്ടുള്ള സംഘടനാ പ്രശ്നങ്ങളിലേക്ക്, ഇവരുടെ ഉള്ളിലെ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ഏറ്റവും അവസാനം ശരത്ത് വിളിച്ച് നമുക്ക് തന്ന വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ KPCC നേതൃത്വം അങ്ങോട്ടാണ് പറഞ്ഞത് MP മാരെ ആരെയും മത്സരിപ്പിക്കേണ്ട എന്നുള്ള കാര്യം. അതായത് KPCC പ്രസിഡന്റ് സണ്ണി വക്കീലിനാണെങ്കിലും VD സതീശനാണെങ്കിലും ഇങ്ങനെ കുറേ ഹെവി വെയ്റ്റ് കക്ഷികളെ കൂടെ ഇങ്ങോട്ട് ഇറക്കി ഈ കോമ്പറ്റീഷൻ കയറ്റി വെക്കാൻ ആഗ്രഹവുമില്ല. മാത്രമല്ല ഒട്ടുമിക്കാലും ഒരു ഏകദാനത്തിൽ ഒരു ഐക്യത്തോടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘടനയെ അസ്ഥിരപ്പെടുത്താനും അവർക്ക് താല്പര്യമില്ല. പക്ഷേ സുധാകരൻ പറയുന്നത് എന്ത് വന്നാലും ഞാൻ മത്സരിക്കും, 110% മത്സരിക്കും എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയേ. ഇനിയിപ്പോൾ സുധാകരൻ്റെ ഈ ഒരു കലഹം, അതിൻ്റെ പിന്നാലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുധാകരൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന മനുഷ്യർ സുധാകരന് വേണ്ടി എന്തും ചെയ്യും. സുധാകരൻ എൻ്റെ രാജ്യമാണ്, ഞാൻ സുധാകരനെ സ്നേഹിക്കുന്നു, സുധാകരൻ എൻ്റെ വികാരമാണ് എന്ന രീതിയിലുള്ള ഈ പറയുന്ന ഗോത്രീയ മനോഭാവം തന്നെയുള്ള കുറേയേറെ അണികളും പുള്ളിക്കുണ്ട്. അത് വലിയ തലവേദന കോൺഗ്രസിന് അവിടെ ഉണ്ടാക്കുന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ ശ്യാമിലി, എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കളിൽ കെ സുധാകരൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം കണ്ണൂർ രാഷ്ട്രീയത്തിൽ പറ്റിത്തെളിഞ്ഞ് അവിടെ നിൽക്കുക. ഒരുപാട് തവണ എടക്കാട് മുതൽ മത്സരിച്ചു, പലപ്പോഴും തോറ്റു, അതിനുശേഷം പിന്നെ ജയിക്കുന്നു, ലോക്സഭയിലേക്ക് പോകുന്നു. അപ്പോഴൊന്നും അദ്ദേഹം ഒരു തവണ വനംവകുപ്പ് മന്ത്രിയായിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് വലിയ സാധ്യതകളൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യം KPCC പ്രസിഡൻ്റായിരുന്നു, അതിനുശേഷം അത് മാറി ഇപ്പോൾ വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു, അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന ചാൻസ് എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത് മത്സരിക്കാതെ ഇരുന്നാൽ, അല്ലെങ്കിൽ എന്തായാലും ഭരണം കിട്ടും എന്നെല്ലാവരും പറയുന്ന സാഹചര്യത്തിൽ മത്സരിച്ച് ജയിച്ചാൽ ഒരു പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ എങ്കിലും പ്രതീക്ഷിക്കുന്ന അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കേണ്ടതല്ലേ?
തീർച്ചയായും കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കണ്ണ് തുറക്കാൻ കെ സുധാകരന് പറ്റാവുന്നിടത്തോളം കാലം, രോമം എഴുന്നേറ്റിരിക്കുന്നിടത്തോളം കാലം കണ്ണൂരിൽ അദ്ദേഹം മത്സരിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് സംസാരിക്കണം, അദ്ദേഹത്തിനോട് ഒരു സീറ്റ് കൊടുക്കണം. അദ്ദേഹം അതിന് അർഹനാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കണ്ണൂരിൽ നിന്ന് തന്നെയാണ് ഞാനും വരുന്നത്. ഞാൻ വിചാരിക്കുകയാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാം, കണ്ണൂരിലെ കോൺഗ്രസും സംസ്ഥാനത്തെ കോൺഗ്രസും എന്ന നിലയ്ക്ക് രണ്ട് രീതിയിൽ തരംതിരിച്ച് പറയാവുന്നിടത്തോളം അതിനൊരാഴം കണ്ണൂരിലെ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഇദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അങ്ങനെ അണികൾക്ക് പറയാം വേണമെങ്കിൽ. കാരണം കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന കാലത്ത് കണ്ണൂരിൽ CPM-നോടാണെങ്കിലും എതിർപക്ഷത്തോടാണെങ്കിലും നേരിട്ട് ഏറ്റുമുട്ടിയ ഈ കെ സുധാകരൻ്റെ കീഴിലാണ് അവിടുത്തെ കണ്ണൂരിലെ അണികൾ അപാരമായ സംഘടനാ ശക്തി ആർജിച്ചെടുത്തിരുന്നു കോൺഗ്രസിലെ കണ്ണൂരിലെ അണികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം കോൺഗ്രസിൻ്റെ അഹിംസ ലൈനിൽ നിന്ന് മാറി സത്യത്തിൽ സുധാകരന് കീഴിൽ അടിച്ചവനെ തിരിച്ചടിക്കണമെന്ന് ആദ്യമായി അണികളോട് പറയുന്ന ആദ്യ നേതാവ് അദ്ദേഹമായിരിക്കുന്ന ഒന്ന്. അദ്ദേഹത്തിൻ്റെ മെറിറ്റായിട്ട് ഞാൻ പറയുന്നത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഗ്രൂപ്പിന് അതീതനാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഗ്രൂപ്പിന് അതീതനാണ്. അദ്ദേഹം വർഗീയത പറയാറില്ല. പോരാട്ടം മാത്രം കൈമുതലായിട്ടുള്ള നേതാവാണെന്നാണ് കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞത്. വർഗീയത പറയുന്നുള്ളപ്പോൾ ചില കാര്യങ്ങൾ ഞാനങ്ങ് മറക്കും. കാരണം എന്ന് വെച്ചാൽ BJP കാര്യങ്ങൾ ചില സമയത്ത് ഇരിക്കുന്ന നേരത്ത് എനിക്ക് തോന്നിയാൽ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും എന്നൊക്കെ അദ്ദേഹം പറയുന്നുള്ള അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്വബോധം ഉണ്ടല്ലോ, അതിൽ വരുന്ന ഒരു അഹങ്കാരമായിട്ട് മാത്രം അതിനെ കണ്ട് അതിനെ അതുപോലെ തന്നെ ബഹുമാനിക്കണമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. എന്തായാലും അങ്ങനെയായിരുന്നു അദ്ദേഹം. പിന്നെ അപ്പോഴും ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ മറ്റ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ലിജോ കുറച്ച് കണക്കുകൾ പറഞ്ഞു. അപ്പോഴും കണ്ണൂർ മണ്ഡലത്തിൻ്റെയും കണ്ണൂർ കോർപ്പറേഷനും തുടർച്ചയായി ഒരു കോൺഗ്രസ് അനുഭാവം പുലർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആധാരം എന്ന് പറയുന്നത് കെ സുധാകരൻ തന്നെയാണ് ആ മണ്ഡലത്തിൽ. കാരണം ഇടതിനെ ഏറ്റവും ആ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയിലാഴ്ത്തിയിരുന്ന ഒരു ഈ വിസ്മയം ഉണ്ടായിരുന്നു. അന്ന് അത് അബ്ദുള്ളക്കുട്ടിയായിരുന്നു. അബ്ദുള്ളക്കുട്ടിയെ ഇടതിൽ നിന്നും പുറത്തെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിൽ സുധാകരൻ വഹിച്ച പങ്ക്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉൾക്കാഴ്ച അതിൽ വലുതായിരുന്നു. അദ്ദേഹത്തെ കണ്ണൂർ മണ്ഡലത്തിൽ നിർത്തി വിജയിപ്പിച്ചെടുക്കുന്നതിൽ കെ സുധാകരനോളം പങ്ക് മറ്റാർക്കെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കണ്ണൂരിൽ നിന്ന് അങ്ങനെയുള്ള ഒരു നേതാവിനെ അല്ലാതെ മറ്റാരെ കേൾക്കണം? ഈ പറയുന്നത് പോലെ സണ്ണി ജോസഫിനെയാണോ കേൾക്കേണ്ടത്? KC ജോസഫിനെയാണോ കേൾക്കേണ്ടത്? അല്ല, അത് സുധാകരൻ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം റദ്ദ് ചെയ്യാനുള്ള ആഴമൊന്നും നിലവിലെ സംസ്ഥാന കോൺഗ്രസ്സിൽ ആർക്കെങ്കിലും ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മുൻപുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിനുള്ള കെൽപ്പുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം അതിന് അർഹനാണ്. അദ്ദേഹം മത്സരിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് സംസാരിക്കണം. അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ സാഹചര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. ഇപ്പം തന്നെ അദ്ദേഹം കണ്ണൂരിലെ വീട്ടിലാണ് അദ്ദേഹം തുടരുന്നത്. പുറത്തിറങ്ങി നിന്നിട്ട് വാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 100 പ്രവർത്തകർ അദ്ദേഹത്തിന് വേണ്ടി അണിനിരക്കും. കാരണം അദ്ദേഹം അത്രയധികം നിന്ന് നയിച്ചിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ഇതാണ്. ലോക്സഭയിലേക്ക് പലതവണ ജയിച്ചിട്ട് പോലും അദ്ദേഹം കേരളത്തിലേക്ക് തിരികെ എത്തണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിൻബലവും ആവേശവും ഊർജവും ഈ അണികളാണ്. കാരണം അവിടുത്തെ റിജിൽ മാക്കുറ്റി അടക്കം ഏറ്റവും യങ്ങായിട്ടുള്ള നേതാവ് ഷമ്മാസിനെ അടക്കം കേരള രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്യുന്നതിൽ അദ്ദേഹം വഹിച്ച ഈ പ്രായത്തിലും അദ്ദേഹം വഹിക്കുന്ന പങ്ക് വളരെ നിസ്തുലമാണ്. അതുകൊണ്ടാണ് അവരൊക്കെ ഇന്ന് ആ വീട്ടിൽ പോയി അദ്ദേഹം ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തണം എന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെ ഗോത്രീയ രീതിയിലേക്കുള്ള ഒരു ഉൾക്കരുത്തുണ്ടല്ലോ, ആ ഒരു കാര്യം കൈവരുന്നത് അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനത് പറയട്ടെ, ഇപ്പോൾ മുഹമ്മദ് ഷമ്മാസിനെ അടക്കം ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള മുഹമ്മദ് ഷമ്മാസിനെ സീറ്റ് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന റിജിൽ മാക്കുറ്റി അടക്കം സുധാകരൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് സുധാകരന് സീറ്റ് കൊടുക്കണം, സുധാകരൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കലാണ് കോൺഗ്രസിൻ്റെ കടമ എന്നുവരെ കടത്തി പറയുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും അരിവാളിൽ നിന്നും ബോംബിൽ നിന്നും കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ സംരക്ഷിച്ച് നിർത്തിയ എൻ്റെ കണ്ണൂരും എൻ്റെ പ്രസ്ഥാനവും ഞാൻ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും കാണുന്നത് രക്തവും ചോരയും ജീവനും നൽകി നമ്മൾ വളർത്തിയ ഈ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞ് ഇതേ സുധാകരനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുകയാണെങ്കിൽ അദ്ദേഹം ഉറപ്പിച്ച് ശബ്ദത്തിൽ നല്ല കരുത്തോടെ ദാർഢ്യത്തോടെ അദ്ദേഹം പറയുന്നത്, എനിക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ പറയാനും യാതൊരു മടിയില്ലാത്ത ആളാണ് സുധാകരൻ. ഇനി ഒരു പക്ഷേ അടിസ്ഥാനപരമായി സുധാകരന് പോരടിക്കണം എന്നുള്ളതാണ് താല്പര്യം. ഈ പറയുന്ന ആ പ്രത്യേക രാഷ്ട്രീയ സംസ്കാരത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയ്യപ്പനും കൊച്ചിയും കളിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും. ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ, അങ്ങനെ സുധാകരന് ഒരു പ്രത്യേക സന്ദിഗ്ധ സാഹചര്യം വരികയാണെങ്കിൽ അദ്ദേഹത്തിന് BJP-യിൽ പോകാൻ
കൊണ്ടുപോകാനായിട്ട് ആദർശപരമായോ ഘടനാപരമായിട്ടോ ഒന്നും വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം അദ്ദേഹം തന്നെയാണ് ഇത് പറഞ്ഞത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങനെ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിനൊപ്പം പോകാനും ഈ പറയുന്ന സേനാംഗങ്ങളും ഈ പറയുന്ന പടയൊക്കെ കൂടെ ഉണ്ടാവും. അല്ല അങ്ങനെ അല്ല, അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം റിജിൽ മാക്കുറ്റി എന്ന് പറയുന്ന ആൾ ഒരുപക്ഷെ കണ്ണൂരിൽ ഇത്രയും അല്ല ഞാൻ പറഞ്ഞ ആ കൂട്ടത്തിൽ അങ്ങനെ കുറെ ആളുകളുണ്ട്. ഇപ്പോൾ പ്രായത്തിന്റെ കാര്യം പറയുകയാണ്, ഞാൻ വെറുതെ ഇങ്ങനെ കണക്കെടുത്ത് പോകുമ്പോൾ PJ ജോസഫ് RSS ക്യാമ്പിന് കാവൽ നിൽക്കാൻ ഞങ്ങൾ കോൺഗ്രസ്സുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അഭിമാനത്തോടെ പറഞ്ഞിട്ടുള്ള ആളാണ് സുധാകരൻ. അല്ല കോൺഗ്രസിലെ പല നേതാക്കൾ അതും ഇതും തമ്മിൽ ഇപ്പൊ ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്ന പ്രായമാണെങ്കിൽ 79-ാം വയസ്സിൽ മത്സരിച്ച ആളാണ് PJ ജോസഫ്. ഏറ്റവും കൂടുതൽ പ്രായമുള്ളത് ഇപ്പോൾ 84 വയസ്സുള്ള ആൾ VS അച്യുതാനന്ദൻ 2021 മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് 92 വയസ്സാണ്. ഗൗരിയമ്മ മന്ത്രിയാവുന്ന സമയത്ത് 85 വയസ്സുണ്ട്. അങ്ങനെ പ്രായം ഒരു തരത്തിൽ പറയുകയാണ്. ഞാൻ കണക്കെടുത്ത് വെക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ കൊടുത്തതിൽ അല്ലെങ്കിൽ ഈ പല സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോൾ ഏറ്റവും അവഗണന നേരിട്ട രണ്ട് നേതാക്കൾ, ഒന്ന് രമേശ് ചെന്നിത്തലയും ഒന്ന് K സുധാകരനുമാണെന്നാണ് തോന്നിയത്. ഒരു നമ്മൾ 2009 ലോക്സഭയിൽ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ആ സമയത്ത് KC വേണുഗോപാൽ മന്ത്രിയാവുന്നുണ്ട്, നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് മന്ത്രിയാവുന്നുണ്ട്. അതിനേക്കാളൊക്കെ അല്ലെങ്കിൽ അന്ന് KC വേണുഗോപാലിനെയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ കുറേ കൂടെ അന്ന് അതിനേക്കാൾ വലിയ നേതാവായ അന്ന് സുധാകരൻ അത് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ പലപ്പോഴായിട്ട് ഇത് കാണാം. അപ്പോൾ അത് തന്നെയാണ് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രിയായി എന്നതിനപ്പുറത്തേക്ക് അതും 2 വർഷം 2014-16 എന്നതിനപ്പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ രാഷ്ട്രീയ ചെന്നിത്തല സ്വയം മാറി നിൽക്കാറുണ്ട്, ചെന്നിത്തല ഡിസർവിംഗ് ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് അല്ല ഞാൻ പറഞ്ഞു ഈ വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഇവർ എന്താണെന്നൊക്കെ പറയുമ്പോൾ തന്നെ കോൺഗ്രസിനുള്ളിൽ ഇതിനൊരു അർഹനായ ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ബസ്സാണ് ഈ 2026 തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കും എന്നൊരു തോന്നൽ ഉണ്ട്. ആ മത്സരത്തിൽ നിന്നില്ലെങ്കിൽ ജയിച്ചില്ലെങ്കിൽ ഇത് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. ഇത്തവണ ഏതാണ്ട് ചിലപ്പോൾ ഊടഴിച്ചിട്ട പോലെ മുഴുവൻ ആൾക്കാരും ഇങ്ങോട്ടേക്ക് വരുന്നേ. അങ്ങനെയാണ് അടൂർ പ്രകാശിനെ വരുത്തണ്ടേ, മന്ത്രിയാക്കണ്ടേ. KC വേണുഗോപാൽ വന്നാൽ മന്ത്രിയല്ല മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം ശ്രമിക്കില്ലേ. ഇനിയിപ്പോൾ താല്പര്യമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് നിർബന്ധിക്കുകയാണെങ്കിൽ അവിടുന്ന് ഇവിടേക്ക് വന്ന് മത്സരിക്കാൻ വേറെയും 2-3 മന്ത്രിമാർ റെഡിയായി നിൽക്കല്ലേ. ഇവരെല്ലാം കൂടി ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ വിറക് വെട്ടിയും വെള്ളം കൊരിയും ഇത്രയും നാൾ നിന്ന മനുഷ്യരെന്ത് ചെയ്യും? ഇപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ച അമ്പലപ്പുഴയിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ T സിദ്ദിഖ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും കഴിഞ്ഞ 5 കൊല്ലമായിട്ട് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു പറ്റം നേതാക്കളുണ്ട്. അപ്പോൾ എല്ലാ കാലവും ഇപ്പോൾ MP സ്ഥാനം കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ മത്സരിക്കുന്ന ഒരു ഓളത്തിൽ ജയിച്ചിട്ട് കുറേ നാൾ പോയിട്ട് അവിടെ ഇരിക്കുക. അല്ല 2019 ലോക്സഭയിൽ ദേശീയ തലത്തിൽ അധികാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ മന്ത്രിയാവായിരുന്നു, പറ്റിയില്ല. ഇനിയിപ്പോൾ ഫാസിസത്തോടൊന്നും പോരാടാൻ വലിയ താല്പര്യമില്ല. ഈ BJPയോട് പോരടിച്ച് നിൽക്കാനുള്ള വലിയ വിശാല മുന്നണിയിലൊന്നും നിൽക്കുന്നതിൽ കാര്യമില്ല. കേരളത്തിൽ വന്നാൽ പിണറായി വിജയനുമായിട്ട് മത്സരിച്ച് നിൽക്കാം, മന്ത്രിസ്ഥാനം കിട്ടുമെങ്കിൽ അതും ശ്രമിക്കാം. അങ്ങനെ ഉള്ള ഒരു അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിനപ്പുറം ഇതിൽ ഈ നൈതികമായോ പ്രത്യയശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തിന് വേണ്ടി എൻ്റെ സേവനം ഇവിടെ കൊടുത്തേ പറ്റൂ, എങ്കിലേ കേരളം കുറച്ചുകൂടെ മെച്ചപ്പെട്ട സംസ്ഥാനമായി മാറുമെന്ന്. ഇപ്പോൾ ഇന്നലെ സുധാകരൻ പറഞ്ഞാണ്, ഇപ്പോൾ ആരും മത്സരിക്കുന്നത് ആരും കാശിക്ക് പോകാനോ വനവാസത്തിന് പോകാനോ എന്നല്ല മത്സരിക്കുന്നത്. അതങ്ങനെയല്ല. പക്ഷേ ഞാൻ പറയുന്നത് സുധാകരൻ്റെ കാര്യത്തിൽ ഒരു എക്സെപ്ഷണലായിട്ട് നമ്മൾ കാണുകയും ഈ ഘട്ടത്തിൽ അതിനെ പരിഗണിക്കുകയും വേണമെന്നാണ് എനിക്ക് എന്തായാലും തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ സുധാകരൻ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ റദ്ദ് ചെയ്യുന്നത് KPCC, ഇവിടുത്തെ KPCC തന്നെയാണെന്ന് ഏറ്റവും അവസാനം ശരത്ലാൽ തരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്നത്. എങ്കിൽ പോലും അതൊരു അനീതിയാണ് എന്നെനിക്ക് ഈ ഘട്ടത്തിൽ കാര്യമായും തോന്നുന്നുണ്ട്. കാരണം അത് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ വിശാലമായി ഇതിനൊക്കെ അപ്പുറത്ത് അതായത് ഇപ്പോൾ പാർലമെൻറ്റിലുള്ള പ്രതിപക്ഷ MPമാരുടെ എണ്ണം കുറയാതിരിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നല്ലത്. അതാണ് ഇന്ത്യയുടെ വിശാലമായ രാഷ്ട്രീയത്തിന്. രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്ന ആളുകളല്ലേ നമ്മൾ ഈ കേരളത്തിൽ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇവിടെ വന്ന് മത്സരിക്കാൻ വിശാലമായ മണ്ണ് ഇവിടെ ഒരുക്കി കൊടുക്കുകയും ഇവിടെയുള്ളവർ വോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇനിയും ഇവിടെയുള്ളവർ പോയി അവിടെയും അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ നിൽക്കണമെന്ന് പറയുന്നത് ആവശ്യമാണ്. ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഇവരൊക്കെ ജയിച്ചിട്ട് MLAമാരും മന്ത്രിമാരും ഒക്കെ ആയിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരുപക്ഷെ CPM ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും പോയി ഇന്ത്യ മുന്നണിയുടെ കരങ്ങൾക്ക് ശക്തി പകരും. അങ്ങനെ ബാലൻസ് ഒരു ഭാഗ്യമില്ലാത്ത നേതാവാണെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു. അതായത് പല സമയങ്ങളിലും ആവശ്യമുള്ള സമയത്ത് ജയിച്ചില്ല. പറഞ്ഞല്ലോ ഏത് കുറേ കാലം ഇപ്പോൾ നോക്കുമ്പോൾ അതിങ്ങനെ അദ്ദേഹത്തിന് 80, 82, 87 എടക്കാടും തലശ്ശേരിയായിട്ട് അദ്ദേഹം തോറ്റു. പിന്നെ 96 കണ്ണൂരിൽ വരുന്നത്. 96 മത്സരം എടുത്തു പറയണം. കാരണം അത് ഒരു വിമതൻ
പ്രമുഖനായ കോൺഗ്രസിൽ നിന്ന് പോയ ഒരാൾ LDFിന്റെ പിന്തുണയുണ്ടായിട്ടും അങ്ങനെ മത്സരിച്ചിട്ടും അയാളെ മത്സരിപ്പിച്ച് തോൽപ്പിച്ചിട്ടാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് ടിക്കറ്റ് എടുക്കുന്നത്. അത് ഒരു പോരാട്ടത്തിന്റെ കഥ. അതെ, അങ്ങനെ ഒരു പോരാട്ടം അദ്ദേഹത്തിനുണ്ട്. ആ പോരാട്ട വരെയാണ് അദ്ദേഹത്തെ ഇപ്പോഴും, അതായത് ആ 96 കഴിഞ്ഞ് ഇപ്പോൾ ഈ പറഞ്ഞ 30 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ മുമ്പോട്ട് നയിക്കുന്നത് ആ പോരാട്ട വരെയാണ്. അപ്പോൾ അതിന് അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം അതിനുവേണ്ടിയുള്ള കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പോരാട്ടവീര്, എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സവിശേഷമായ ഒരു സന്ദിഗ്ധ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ പോരാട്ടം എന്തുകൊണ്ട് ഈ ഹിന്ദുത്വയുടെ വിശാല പദ്ധതികൾക്കെതിരെയൊക്കെ ഉപയോഗിച്ച ഊർജ്ജം ഇന്ത്യയുടെ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടെ എന്നുള്ളത്? തൽക്കാലത്തേക്ക് ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇതിൽ കെ സുധാകരൻ ഇത്തവണ ഒരു നല്ല പോർട്ട്ഫോളിയോ ഉള്ള ഒരു മന്ത്രിയായി വരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ട്. ഇനി എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കയ്യിലാണ് ഇതിൽ അവസാനത്തെ കാര്യം. എന്താണ് അദ്ദേഹത്തിന് പറഞ്ഞ് അനുനയിപ്പിക്കുകയാണോ അതോ അദ്ദേഹം മത്സരിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ അറിയാമെന്ന് വിചാരിക്കുക. ഏതായാലും സുധാകരൻ ഇപ്പോഴും തണുത്തിട്ടില്ല എന്നുള്ളതാണ്.